എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ബോക്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ആൻഡ്രോയിഡ് ബോക്സ് എന്ന് പറയുമ്പോൾ D2Hന്റെ ബോക്സ്, അതുപോലെ തന്നെ ഡിഷ് ടിവിയുടെ സ്മാർട്ട് ഹബ്ബ്, എയർടെലിന്റെ എക്സ്ട്രീം ബോക്സ്, ഇത് മൂന്നും കൂടെ ഒന്നിച്ചൊരു വീഡിയോയിൽ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് വലുതാവും, ലെങ്തി ആവും. അതുകൊണ്ട് തന്നെ ഞാൻ D2Hന്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് മാത്രമാണ് കാണിക്കുന്നത്. അൺബോക്സിംഗ് ജസ്റ്റ് ഒന്ന് മെനു കാണിക്കുകയാണ്. കാരണം ആൻഡ്രോയിഡ് ബോക്സ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡിഷ് ടിവിയുടെ വീഡിയോയിൽ കുറച്ചുകൂടെ കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിനകത്ത് വരുന്നത് ജസ്റ്റ് ആ ഒരു മെനു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ വരുന്നത്. നോർമൽ സെറ്റ് ഓഫ് ബോക്സിന് കണക്കല്ല, സാധാരണ നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സിന്റെ മെനു കണക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ആൻഡ്രോയിഡ് ബോക്സ് എന്ന് പറയുന്നത്. എന്തായാലും അൺബോക്സിംഗ് ഒക്കെയാണ്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് ഇതിന്റെ പ്രധാനം എന്ന് പറയുന്നത്. നമുക്ക് അൺബോക്സിംഗിലേക്ക് ഫസ്റ്റ് പോവാം. ഇതാണ് വീഡിയോകോൺ D2H സ്ട്രീം ബോക്സ് എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് ബോക്സ് ആണ്, ഫുൾ HD ബോക്സ് ആണ്. 1GB റാം, 8GB ഇന്റേണൽ മെമ്മറി വരുന്ന ആൻഡ്രോയിഡ് ബോക്സ് ആണ്. വീഡിയോകോണും ഡിഷ് ടിവിയുടെ ഒക്കെ സെയിം ആണ്. അപ്പൊ അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അപ്പൊ അത് പിന്നെ രണ്ടാക്കി ചെയ്യാന്ന് വെച്ചാൽ, എന്തായാലും ഈ വീഡിയോ കാണുന്നവര് അടുത്ത ഡിഷ് ടിവിയുടെ വീഡിയോ കൂടെ കാണുക. അത് അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും. സെയിം രണ്ട് ഡിഷ് ടിവി ആയാലും D2H ആയാലും രണ്ടും ഒരേ കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്ത മോഡാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഒരേ രീതിയിലുള്ള സോഫ്റ്റ്വെയർ തന്നെയാണ് വരുന്നത്. കളർ വ്യത്യാസമുണ്ട്. ഇതിനൊരു പർപ്പിൾ കളർ വരുന്ന ഇതാണ്, മെനു ആണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ അതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത്, ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ് വരുന്നത് ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ കളറാണ്. ഞാൻ ഈ മാനുവലിൽ തന്നെ കാണിക്കാം. കാരണം നല്ലൊരു യൂസർ മാനുവൽ ആണ് ഇവർ എന്നോട് തന്നിരിക്കുന്നത്. കാരണം ബുക്ക്ലെറ്റ് പോലെയാണ്, എല്ലാ ഡീറ്റെയിൽസും, കണക്ടിവിറ്റി, റിമോട്ടിന്റെ ഫംഗ്ഷൻ എല്ലാം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ. കാരണം ഇനിഷ്യൽ സെറ്റപ്പ് തൊട്ട് ആദ്യത്തെ റിമോട്ട് പെയറിങ്, കാരണം ഇത് ബ്ലൂടൂത്ത് റിമോട്ടാണ് ഇതിലൂടെ വരുന്നത്, വോയിസ് റിമോട്ടാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ അതിന്റെ മെനു ഫംഗ്ഷൻസ് ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ മെയിൻ മെനു വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് ബൂട്ടായി വന്നു കഴിഞ്ഞാൽ ഇതുപോലാണ് നമ്മുടെ ഹോം സ്ക്രീൻ വന്ന് നിൽക്കുന്നത്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു മെനു ഇതൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിന്റെ ബാക്കിയുള്ള ഐക്കൺസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു രണ്ടുമൂന്ന് പിക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്യുന്നതും ആപ്സ് ഒക്കെ എടുക്കുന്നതും എബോട്ട് ഒക്കെ നോക്കുന്നതും എല്ലാ ഫങ്ഷൻസും നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇത് ഈ യൂസർ മാനുവൽ തന്നെ ഫുള്ളായിട്ടൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അതിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കി ഉപയോഗിക്കാൻ പറ്റും. D2Hന്റെ ബോക്സ് എന്ന് പറയുന്നത് വൈറ്റ് ആണ്. വൈറ്റ് കളറിൽ D2Hന്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡിഷ് ടിവിയുടെ എന്ന് പറയുമ്പോൾ സെയിം ഇതേ ഷേപ്പ് തന്നെയാണ്, ഇതേ മോഡലൊക്കെ തന്നെയാണ്. ചെറിയ മൈന്യൂട്ട് ഒന്ന് രണ്ട് വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബോർഡ് സെയിം ആണ് അതിനകത്തിരിക്കുന്നത്. ഇതിന്റെ ഷേപ്പിലും എല്ലാം സെയിം ആണ്. ഫ്രണ്ടിൽ ഒരു USB പോർട്ട് ഉണ്ട്. പിന്നെ ഒരു LED ലൈറ്റ്, ആ ഒരു ബ്ലാക്ക്, അതിനകത്ത് LED ലൈറ്റ് നമ്മൾ ഓൺ ചെയ്യുമ്പോഴേ കാണത്തുള്ളൂ. സൈഡിൽ ഒരു CI സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാറ്റലൈറ്റ് ഇൻപുട്ട് തന്നെയാണ് ആദ്യം വരുന്നത്. LNB ഇൻപുട്ട് കൊടുക്കുന്നതാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് AV ഔട്ട് എന്ന് പറയുന്നത് 3.5 ജാക്ക് ആണ് വരുന്നത്. 3.5 ജാക്ക് വന്നിട്ട് RC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള കേബിളാണ് കൊടുക്കേണ്ടത്. അത് ഇതിന്റെ കൂടെ വരുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, AV കേബിൾ ഇതിന്റെ കൂടെ വരുന്നില്ല, HDMI കേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ ഈതർനെറ്റ് പോർട്ട് ഉണ്ട്. നമുക്ക് ബ്രോഡ്ബാൻഡ് ലാൻ കേബിൾ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട്, കാരണം ആൻഡ്രോയിഡ് ബോക്സ് ആണ്, അപ്പൊ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാൻ പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഈതർനെറ്റ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ HDMI ഔട്ടാണ്. ഒപ്റ്റിക്കൽ ഔട്ട് വന്നിട്ടുണ്ട്, അതാണ് പ്രത്യേകത. കാരണം നമുക്ക് നല്ല ഡോൾബി ഓഡിയോ ഉള്ള ഇതൊക്കെ ചാനൽ കാണുമ്പോൾ 5.1 ചാനലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ ഓഡിയോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓഡിയോ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ പവർ ഇൻപുട്ട് കൊടുക്കുന്നത് അതാണ് വന്നിരിക്കുന്നത്. 12 വോൾട്ട് 1.5 ആംപിയർ ഇൻപുട്ട് കൊടുക്കുന്ന ഓപ്ഷനാണ് അതിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സിൽ രണ്ട് USB പോർട്ടാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ ഒരു USB പോർട്ട് ഉണ്ട്, ബാക്ക് സൈഡിലും USB ഉണ്ട്. അങ്ങനെ രണ്ട് USB പോർട്ടാണ് വരുന്നത്. റിമോട്ട് വൈറ്റ് കളറാണ്. ബ്ലൂടൂത്ത് പെയറിംഗ് റിമോട്ടാണ്. വോയിസ് സെർച്ച് ഒക്കെ ഉണ്ട്. അതാണ് റിമോട്ടിനെ കുറിച്ച് എന്ന് പറയുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ് വരുന്നത്. ഡിഷ് ടിവിക്ക് ബ്ലാക്ക് ആണ് വരുന്നത്, ഇതിന് വൈറ്റ് ആണ് വരുന്നത്. അതേ ഉള്ളൂ വ്യത്യാസം. രണ്ട് സെയിം റിമോട്ട് തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് HDMI കേബിൾ ആണ് വരുന്നത്. ഇതിലൂടെ വരുന്ന 12 വോൾട്ട് 1.5 ആംപിയർ അഡാപ്റ്റർ ആണ് വരുന്നത്. വൈറ്റ് കളറാണ്.
അതാണ് ഒരു അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഡിഷ് ടി വി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ബ്ലാക്ക് ആണ് വരുന്നത്. ഡിഷ് ടി വിയുടെ എല്ലാം ഫുള്ള് ബ്ലാക്ക് ആണ് വരുന്നത്. ഇതിന്റെ വൈറ്റ് കളറാണ് വരുന്നത്. HDMI കേബിൾ മാത്രമാണ് ബ്ലാക്ക് വരുന്നത്. സാധാരണ കോമൺ ആയിട്ട് അത് അങ്ങനെ വരുന്നതാണ്. ഓക്കെ, ഇതാണ് 12 വോൾട്ട് 1.5 ആംപിയർ അഡാപ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോക്സിൽ ഒരു പാക്കറ്റ് സിലിക്ക ജെല്ലും ഇട്ടിട്ടുണ്ട്. മോയ്സ്ചർ ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് സിലിക്ക ജെല്ലും ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും പവർ ഓൺ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ നോക്കാം. ഇതാണ് ജസ്റ്റ് പവർ ഓൺ ചെയ്ത് വരുമ്പോൾ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഗ്രീൻ LED മാത്രമേ ഉള്ളൂ, അല്ല വേറെ LED ലൈറ്റ് ഒന്നും ഇല്ല. അത് മാത്രമേ കത്തി നിൽക്കും. റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റെഡ് ബ്ലിങ്ക് ചെയ്യും. ഇതാണ് ബൂട്ട് ചെയ്ത് വരുമ്പോൾ ഉള്ള ലോഗോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കളർ തന്നെയാണ് ഡിഷ് ടി വിയും വരുന്നത്. ബൂട്ട് ചെയ്യുമ്പോൾ രണ്ടും ഡിഷ് ടി വി ആയാലും സെയിം രീതിയിൽ തന്നെയാണ് അതിന്റെ ബൂട്ടിംഗ് ലോഗോ വരുന്നത്. ഈ ഒരു ബോക്സിന്റെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ബൂട്ട് ചെയ്ത് വരുന്ന ഒരു സെക്ഷൻ എടുത്തു, പിന്നെ അതിന്റെ മെയിൻ മെനു വന്നിരിക്കുന്ന സെക്ഷൻ എടുത്തു. അപ്പൊ അടുത്ത ഡിഷ് ടി വിയുടെ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കാണിക്കാം, കാരണം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ആൻഡ്രോയിഡ് ബോക്സിന്റെ ജസ്റ്റ് ചാനൽസ് ആണ് വന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ ഈ രണ്ട് പർപ്പസ് ആണ് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ചാനൽസ് വരും, ലൈവ് ടി വി എടുത്തു കഴിഞ്ഞാൽ. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറും ഒക്കെ ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻസ് ഒക്കെ VLC ഒക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതാണ് ഒരു പ്രത്യേകത. കാരണം നമുക്ക് TV ചാനൽ കാണാം, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ് ഈ ആൻഡ്രോയിഡ് ബോക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു റീചാർജ് പ്ലാൻ ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ കട്ടായി കിടന്നു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, റീചാർജ് ചെയ്യാനായിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് ഒരു പ്ലാൻ എന്തായാലും ആക്റ്റീവ് ആയിരിക്കണം ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പ്ലേ സ്റ്റോർ ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, യൂട്യൂബ് ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ എന്തായാലും ഇതിനകത്ത് വേണം. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ഇടുക. ഓക്കെ, ഞാൻ ഡീറ്റെയിൽസ് പറയാം. എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്താണ് ഇത് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വോയിസ് അയച്ചു തരാം. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.